എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലുള്ള ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പാർട്ടികൾക്കോ ഈദിനോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഡെസേർട്ടാണ്. 3 ലെയറിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ 1 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ലത്. ഒന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് വെന്ത് ഒന്നങ്ങ് ഉടച്ചെടുക്കണം കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ നല്ല പതഞ്ഞങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ മാറ്റി വെക്കാം, ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇതാ ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതാ 2 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ ഞാനവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ള നമുക്കൊന്ന് ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വെള്ള ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വെള്ള കളറിൽ നല്ല വൈറ്റ് കളറിലുള്ള പതഞ്ഞ് വരണം കേട്ടോ. നല്ല തിക്കായിട്ട് വരണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് വെച്ചിട്ട് ചെയ്താലും ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് കൂടുതൽ സമയം വിസ്ക് ചെയ്ത് എടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഈത്തപ്പഴത്തിൻ്റെ മിക്സിലേക്ക് പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് പഞ്ചസാര ആവശ്യമായിട്ട് വരില്ല കേട്ടോ. കാരണം ഈന്തപ്പഴം അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇത്രയും തന്നെ മതി. മധുരം കുറവ് വേണ്ടവർക്ക് ഇതിലും കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതൊരു ഭാഗത്തെ നോർമൽ മധുരമാണ് നമ്മൾ ഈ എടുക്കുന്ന അളവിലേക്കുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ യോക്ക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. 2 യോക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള അളവാണ് കേട്ടോ. 1/4 കപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ. അപ്പോൾ അങ്ങനെ ഓരോ ബാച്ചായിട്ട് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ കംപ്ലീറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ പൊടിയും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കാമെന്നില്ല. കാരണം ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് മുന്നിട്ട് നിൽക്കുക. പിന്നെ മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരും എന്ന് തോന്നുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേയിൽ അടിയിൽ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30 മിനിറ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓവനനുസരിച്ചിട്ടും ടെമ്പറേച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. പിന്നെ നിങ്ങൾക്കിത് ഓവൻ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടും നമുക്ക് ഈ പാനിലേക്ക് നേരിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അടിയിൽ വേറൊരു പാത്രം എന്തെങ്കിലും നേരിട്ട് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റായിട്ട് അതൊന്ന് കാരമലായിട്ട് വരണം. അപ്പോൾ പഞ്ചസാര മെൽറ്റാക്കാൻ അതായത് കാരമലാകാൻ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ താഴെ വെച്ചിട്ടൊന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിലൊക്കെ അങ്ങ് ഒട്ടി പിടിച്ചിട്ട് കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ അങ്ങ് പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായിട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള പഞ്ചസാരക്ക് ബ്രൗൺ കളറാവും, പഞ്ചസാര മെൽറ്റ് ആവാതെ കിടക്കും ചെയ്യും. അപ്പോൾ ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കളറായിട്ട് വന്നാൽ മതി. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കേട്ടോ. ഇതിൽ കൂടുതലാവേണ്ട കാരണം കൈപ്പരസം വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബട്ടറൊക്കെ ഒന്നങ്ങ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം നമുക്ക് എത്ര ആണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട്
ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ അങ്ങ് കട്ടയായിട്ട് വരും. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് യോജിച്ച് വരും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ യോജിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടോ. ഒരു നുള്ളുപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ, ആ ഒരു മധുരം ഒന്ന് അങ്ങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡിയായി. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ആ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയായി. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പുഡിംഗ് ഡിഷാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കേക്ക് ഉണ്ടല്ലോ, ആ ഒരു കേക്ക് ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് 2 ലെയറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ലെയറാക്കി എടുത്തിട്ട് ഒരു ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടിയിലുള്ള ഒരു ഭാഗം കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു 2 ലെയറും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ലെയറിൽ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ ക്രീം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിപ്പിഡ് ക്രീം ഉണ്ടല്ലോ, അത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഇതുപോലെ അങ്ങ് ഒന്ന് നീറ്റാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനവിടെ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് നീളത്തിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു സ്ക്യൂർ വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒക്കെ ഒന്ന് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനായിട്ടാണ് കിട്ടും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരച്ച് കൊടുത്താൽ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കാം. ഒരു ദിവസമൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സും ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഒരു ഫ്ലേവറിലുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. കേക്കായിട്ടോ പുഡിംഗ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.